വെൽക്കം ടു ബഡായി ടോക്കീസ് ബൈ ആര്യ. കുറെ നാളത്തിന് ശേഷം നമ്മൾ ഇതാ വീണ്ടും ഒരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വ്ളോഗിൽ ആക്ച്വലി ഞാൻ നിങ്ങളെ ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താൻ പോവാണ്. ഞാനിപ്പോൾ ഒരു സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് എൻ്റെ ഫുള്ളില്ല, എൻ്റെ ഫാമിലിയുടെ ഒരു 10% വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കിട്ടിലും പ്രോപ്പർട്ടി കണ്ടു, ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഞങ്ങൾ വന്നതാണ്. ഇതാണ് പ്രോപ്പർട്ടി, വൈൻ പ്ലാനറ്റ് ബനാ ഹൈറ്റ്സ്, വയനാടാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതാണ് നമ്മൾ നിൽക്കുന്ന പ്രോപ്പർട്ടി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. എനിക്ക് തോന്നുന്നു ഈ എൻ്റെ പുറകിലെ ഈ വ്യൂവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്രോപ്പർട്ടിയുടെ ഒരു എന്താ പറയുക, ഒരു ഭംഗി, അതിൻ്റെ ഒരു ഫീല്, ഇവിടുത്തെ ഒരു വൈബ്, ഇതൊക്കെ അടിപൊളിയാണ്. നിങ്ങളൊരു വളരെ റിലാക്സ്ഡ് സ്റ്റേക്കേഷൻ അത്രയും ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് കം ഹിയർ വിത്ത് യുവർ ഫാമിലി. ഈ പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറഞ്ഞു തരാം. സോ വെൽക്കം ടു വൈൻ പ്ലാനറ്റ് ബനാ ഹൈറ്റ്സ്, വയനാട്. ആക്ച്വലി ഈ പ്രോപ്പർട്ടിയുടെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ് ഇസ് ദെയർ ലോബി ഏരിയ. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു ഡബിൾ ഹൈറ്റ് ലോബി ഏരിയ ആണ് ആൻഡ് ഒരു ഫുൾ ഗ്ലാസ് കവേർഡ് ലോബി ഏരിയ ആണ്. അതാണ് ഏറ്റവും ബെസ്റ്റ് പാർട്ട്, ബിക്കോസ് ഇവിടെ നിന്നുള്ള വ്യൂ ഓക്കെ ഗൈസ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡ് ആക്ച്വലി ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അതിൽ ഞാൻ ഇതൊക്കെയാണ് എടുത്തത്. ഇത് പനീർ പറാഠ. ഈ സോസേജ് ഭയങ്കര അടിപൊളിയാണെന്ന് അവൻ പറഞ്ഞു. അതുകൊണ്ട് അവരതിനകത്ത് കടന്ന സോസേജ് മുഴുവൻ എൻ്റെ പ്ലേറ്റിലിട്ടുണ്ട്. പിന്നെ ഈ സേമിയ ഉപ്പുമാവ്, അതും അടിപൊളിയാണ്. വീരു ബേബി എന്താ കഴിക്കണേ? ഓ, വീരു ബേബി രാവിലെ തള്ളാൻ വേണ്ടി പുട്ടും കടലക്കറിയാണ്. മദാമ ഓൺലി ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. സോസേജ്, ഹാഷ് ബ്രൗൺസ്, പാൻകേക്സ് ആൻഡ് ഹണി ഓൺലി. അയ്യോ, അമ്മ ഓൺലി ചോക്കസ്. അടുത്ത ആള് തള്ളാൻ വേണ്ടി പുട്ടും ഗ്രീൻ പീസ് കറിയും. നീ എന്താ പ്ലേറ്റിലെന്താ? ഇല്ല, ഗുഡ് ബോയ്. ഇനി സിബിള പറ ഹെൽത്തി ഈറ്റ്സ് വാട്ട് ക്രോസാന്റ്. ഓക്കെ, ആയിരൊന്നും മിണ്ടാണ്ടിരിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഗൈസ്. പിന്നെ വിജ് തുടങ്ങിയിട്ടുള്ളൂ. വുഡ് യു ചൂസ് മണി ഓർ ലവ്? Wait. Take the love away. Just rechange the love away with happiness. Then I would choose happiness. Because that's one thing that money cannot buy. Are you sure? No, money cannot buy happiness. Are you sure? Yes, I'm very happy. What makes you happy? Things. What things? Things. What things? Things. A Nerf gun? You already have a lot. Too much. Too many. Yeah. What is the next thing you want to buy for yourself? Or There's nothing else. nothing else? You love your iPad? Don't ask me that question. Come on, you need to answer that. I love iPad. How did this iPad come? Money. So can money buy you happiness? ഇതാണ് എൻ്റെ റൂം ഗൈസ്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കൂ. ഇതൊരു ഫ്രണ്ട് പോർച്ചാണ്, ഫ്രണ്ട് ഏരിയ ആണ്, ലൗഞ്ച് ഏരിയ ആണ്. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രോപ്പർട്ടിയുടെ എല്ലാ മുക്കിലും മൂലയെന്ന് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദിസ് മൗണ്ടൻ വ്യൂ. എനിവേസ്, റൂംസിനെ പറ്റി പറയുകയാണെങ്കിൽ റൂംസ് ആർ വെരി നൈസ്. ഭയങ്കര നല്ല റൂംസ് ആണ്, സ്പേഷ്യസ് ആണ്, എല്ലാ അമ്യൂണിറ്റീസും അവൈലബിൾ ആണ്. എൻ്റെ റൂം ഓൾറെഡി ഞങ്ങൾ ഒക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞു. ബട്ട് ഐ ക്വിക്ലി ഷോ യു ദ റൂം. So this is the room. കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ വി ഹാവ് ദിസ് എന്താ പറയുക, ലഗേജ് വെക്കാനുള്ള ഏരിയ ഉണ്ട്. പ്ലസ് അയൺ ചെയ്യാനുള്ള അയൺ ബോർഡും അയൺ ബോക്സും പിന്നെ ഒരു മിററും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മുടെ വാർഡ്രോബ്, ഇനഫ് ആൻഡ് മോർ സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ് ആണ്. ഇറ്റ്സ് എ മെസ്. അതുകൊണ്ട് ഞാൻ തുറന്നു കാണിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് നമ്മുടെ വാഷ്റൂം ഏരിയ ഉണ്ട്.
very pretty here. നല്ല ബാത്റൂമാണ്. ബാത്റൂം ഇസ് വെരി സ്പേഷ്യസ് ആസ് യു കെൻ സീ ഹിയർ. ഷവർ ക്യൂബിക്കിൾ ഉണ്ട്. ആൻഡ് ആക്ച്വലി ഷവറിനും യു ഹാവ് എ വ്യൂ. ദാറ്റ് ഈസ് ദ വ്യൂ. കുളിച്ചോണ്ടൊക്കെ നിൽക്കുമ്പോൾ വ്യൂ കണ്ട് കുളിക്കാം. You get the points. Then that's all about the bathroom. ഇനി ബെഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ്. ആ ബെഡിൽ കിടക്കുന്ന ഐറ്റത്തിന് നോക്കണ്ട. ബെഡ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡബിൾ ബെഡ് ആണ്. ആൻഡ് ഇൻ കേസ് ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ദേ പ്രൊവൈഡ് എൻ എക്സ്ട്രാ ബെഡ്. പിന്നെ നല്ല സൂപ്പർ ഒരു ചാരിയസേര ഉണ്ട് ഗൈസ്. വെറും ചാരിയസേര ഇല്ല, പ്രേത സിനിമകളിൽ കണ്ടുവരുന്ന തനിയെ ഇരുന്ന് ആടുന്ന ചാരികസേര, അതും ഇവിടെ കിട്ടാറുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ആടാം. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ TV and everything. But the best part of the room is the view from the room. അതാണ് സംഭവം. സോ അതാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. ബാൽക്കണി നമ്മൾ തുറക്കുന്നു. എനിവേസ് ഇതാണ് ഈ റൂമിന്റെ എനിക്ക് പേഴ്സണലി എന്റെ ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഈ ഒരു ബാൽക്കണി ഏരിയ. ഇവിടെ അവര് ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് സിറ്റ് ഡൗൺ, റിലാക്സ്. സുഹൃത്തുക്കളെ, പിന്നെ ഇതുപോലെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഞാൻ പറഞ്ഞില്ല, എല്ലാ റൂംസും സ്പേഷ്യസ് ആണ്. ഇവർക്ക് പിന്നെ ഇവിടെ കുറച്ച് സ്പെഷ്യാലിറ്റി റൂംസ് ഉണ്ട് കേട്ടോ. ഒരു ഗാർഡൻ റൂം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് പക്ഷെ കറന്റ്ലി ഒക്യുപ്പൈഡ് ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ഓപ്ഷൻ ഇല്ല. പിന്നെ ഇവർക്കുള്ളത് ഒരു കേവ് റൂമാണ്, ഗുഹമുറി. കേവിന്റെ കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന ഒരു റൂമുണ്ട്. അപ്പൊ അത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അത് ഒക്യുപ്പൈഡ് അല്ല. അപ്പൊ അതൊന്ന് തുറന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അത് ഉണ്ടെങ്കിൽ ഐ വിൽ ഇൻക്ലൂഡ് ദാറ്റ് ഓൾസോ ഇൻ ദിസ് വീഡിയോ. പിന്നെ ആക്ടിവിറ്റീസ് കുറേ ഉണ്ട് കേട്ടോ. ഇവര് നമുക്ക് വേണ്ടിയിട്ട് പാക്കേജ് ആയിട്ട് തരുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. ഇനിയിപ്പോ ഒരു 3:30 നേച്ചർ വാക്ക് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഉണ്ട്. ഒന്നും മാൻഡറ്ററി അല്ല, ഇഫ് യു വിഷ് ടു ഗോ യു ക്യാൻ ഗോ, അങ്ങനെയാണ്. പിന്നെ ലഞ്ച് എല്ലാം ബഫേ പരിപാടിയാണ്. അതൊക്കെ ഞാൻ ഇനി വീഡിയോ എടുക്കുമ്പോൾ കാണിക്കാം. എനിവേസ് ദിസ് ഇസ് ദ റൂം. ബാക്കി വിശേഷങ്ങൾ തുടരെ. ഇവിടെ നല്ല ആക്ടിവിറ്റീസ് കുറെ ഉണ്ട്. അതിൽ ഇൻഡോർ ആക്ടിവിറ്റീസും ഉണ്ട്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസും ഉണ്ട്. ഔട്ട്ഡോറിൽ ഇവർക്ക് രാവിലെ ട്രെക്കിംഗ് ഉണ്ട്, നേച്ചർ വാക്ക് ഉണ്ട്. പിന്നെ ഔട്ട്ഡോർ കുറെ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറെ എന്താ പറയാ, ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഞാൻ പറ്റുന്നത്രയും ഞാൻ കാണിക്കാം. ഇൻഡോർ ആക്ടിവിറ്റീസിൽ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും ബാക്കി ഫാമിലി മെമ്പേഴ്സിനാണെങ്കിലും ഒക്കെ പറ്റിയ കുറെ സാധനങ്ങളുണ്ട്. ലൈക്ക് സ്നേക്ക് ആൻഡ് ലാഡർ പ്രത്യേകിച്ചാൽ നമുക്ക് ലൂഡോ കളിക്കാം. ലൂഡോ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോ ചെസ് ടേബിൾ ഉണ്ട്. ചെസ് വേണമെങ്കിൽ ചെസ് കളിക്കാം. ഇനി അതല്ല ക്യാരംസ് കളിക്കാനാണ് എനിക്ക് ഇഷ്ടം, ക്യാരംസ് കളിക്കാം. അങ്ങനെ ഇൻഡോർ ആക്ടിവിറ്റീസ് കുറെ ഉണ്ട്. എന്റെ കൂടെ ഉള്ള കുട്ടിപ്പട്ടാളങ്ങളും എല്ലാം കൂടി മറ്റേ ആർച്ചറി പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ അത് എവിടെയാണെന്ന് തപ്പിയെടുത്തിട്ട് ലെറ്റ്സ് ഗോ ചെക്ക് ഔട്ട് ദി അതർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. നമുക്കിങ്ങനെ നടക്കാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ കുറേ സ്ഥലമുണ്ട് കേട്ടോ. ഇറ്റ്സ് എ ഹ്യൂജ് പ്രോപ്പർട്ടി, ഏരിയ ഇസ് ഹ്യൂജ്. പിന്നെ നേച്ചർ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങൾക്ക് വിൻ വിൻ ഓഫറാണ്. ഭയങ്കര രസമുള്ള, ഐ മിസ് മൈ മദർ റൈറ്റ് നൗ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. വെതർ പറയുകയാണെങ്കിൽ ഇന്നത്തെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ വെയിലുണ്ട്, പക്ഷെ ഹ്യൂമിഡിറ്റി ഒട്ടുമില്ല. ഇപ്പൊ നമ്മൾ സ്വെറ്റ് ചെയ്യുന്നുള്ള പ്രശ്നമൊന്നുമില്ല. പിന്നെ കാറ്റടിക്കുന്നുണ്ട്. ആൻഡ് ദിസ് കാറ്റ് ഇസ് നല്ല തണുത്ത കാറ്റാണ്. ഇപ്പൊ രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു വെതർ കണ്ടീഷൻ ആണ്. ഇവിടെ കുറെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ഏരിയയിൽ എവിടെയോ അവരുണ്ട്. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കിഡ്സ് പ്ലേ ഏരിയ ആണ്. കുട്ടികൾക്ക് കളിക്കാൻ നല്ല അടിപൊളി ഒരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ സാധനങ്ങളുണ്ട്, സ്വിങ്, സ്ലൈഡ്, എവറിഥിങ്, ഓൾ ദ ബേസിക് തിങ്സ്. പ്ലസ് ട്രാംപലിൻ ഉണ്ട്. രണ്ട് കുട്ടി പാപ്പാസ് അതിനകത്ത് ചാടി കളിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ 2 എണ്ണം ദോ അവിടെ നിൽപ്പുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഖുഷി. Oh, just miss. You can do it. Come on.
അതെ ഫ്രണ്ട് പോയി നിൽക്കില്ലേ, അതെ. കറങ്ങി വരും. ഇതൊരു പ്രത്യേകതരം റിലാക്സേഷൻ ആണ് സുഹൃത്തുക്കളെ. ഞാനൊന്നും അറിഞ്ഞില്ല, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ദേ പോകുന്നു. അയ്യോ, ഗോ ഗോ ഖുഷി, വെരി ഗുഡ്, ഗോ, വെരി ഗുഡ്, വെരി ഗുഡ്, ഗോ ഗോ ഗോ, സൂപ്പർ, വെരി വെരി ഗുഡ്, വെരി ഗുഡ്. വിജി ഫുള്ള് കാരണം അല്ലെങ്കിൽ ആകൂ ഓ. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവരുടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. കുറെ അടിപൊളി ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ട്, അഡ്വഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അത് എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റും. നമ്മുടെ കൂട്ടത്തിൽ പിള്ളേര് ചെയ്തു, വിജി ചെയ്തു, നായര് ചെയ്തു, എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു. ഞാൻ പറ്റില്ല, സ്കിന്ന് വളരെ ഇമ്പോർട്ടൻസ്, യുനോ സൺ ഭയങ്കര പ്രശ്നമാണ്. ടാൻ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷനെ അത് ചെറുതായിട്ടൊന്ന് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് മാത്രം, ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഞാൻ ഇതിലൊന്നും കയറിയിട്ടില്ല, അല്ലാതെ പേടിയൊന്നുമല്ല. ഓക്കെ, അപ്പം ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം. ഫോളോ മീ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവരുടെ റൂഫ് ടോപ്പ് ഏരിയയിലാണ്. ആക്ച്വലി ഈ പ്രോപ്പർട്ടിയുടെ ഏത് കോർണറിൽ നിന്നാലും എവിടെ പോയി നിന്നാലും ദ വ്യൂ ഇസ് ബ്യൂട്ടിഫുൾ. എപ്പോഴും നമുക്ക് എല്ലായിടത്തുനിന്നും ഒരു മൗണ്ടൻ വ്യൂ വിസിബിലിറ്റി ഉണ്ട്. പിന്നെ ഇവിടെ ഇറ്റ്സ് വെരി ഓപ്പൺ, ഫുൾ ഒരു ഓപ്പൺ സ്പേസ് ആണ്. ആൻഡ് നല്ല തണുത്ത കാറ്റ്, രക്ഷയില്ല, ഭയങ്കര സുഖം. യു ക്യാൻ ജസ്റ്റ് അതേ ഇവിടെ ഇങ്ങനെ നിൽക്കാം, കുറേ നേരം റിലാക്സ് ചെയ്ത് നിൽക്കാം. പക്ഷെ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇവരെ പോലെ ഹൈപ്പർ ആക്റ്റീവ് കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇവിടെ ഒരു ഗെയിം സെക്ഷൻ ഉണ്ട്. അപ്പൊ ഈവനിങ്സിൽ ഹൈ ടീ നടക്കുന്നത് ഇവിടെയാണ്, ഈ ഒരു ഏരിയയിലാണ്. നൈസ്. ഇവിടെ ഈ സമയത്ത് കുറച്ച് വെയിലുണ്ട്, ബട്ട് ഐ തിങ്ക് ഈവനിങ്ങിൽ ഈ വെയിലില്ല. അതുകൊണ്ട് തന്നെ ഈവനിങ്ങിലെ ചായ സ്നാക്സ് പരിപാടി ഇവിടെയാണ് ഇവർ ചെയ്യുന്നത്. ഇതൊരു ഓപ്പൺ ടെറസ് ഏരിയ, അങ്ങോട്ട് ക്ലോസ്ഡ് ഏരിയ ഉണ്ട്. പിന്നെ അവിടെയും കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് എയർ ഹോക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ റൂംസ് ആണെങ്കിലും അടിപൊളി റൂംസ് ആണ്. റൂംസ് എന്നുള്ള വ്യൂ എല്ലാം സൂപ്പർ ആണ്. The people. It's a face. Yeah. Who drew it? I don't know, but what is it actually? It's a face. It's a face, but what is it? Still trying to figure out. It's It's not wasabi. It could be wasabi. Okay, anyways, നമ്മൾ ലഞ്ച് കഴിക്കാനാണ് വന്നേക്കുന്നത് ഗൈസ്. ആൻഡ് ലഞ്ചിന്റെ വെറൈറ്റീസും Yeah, that's wasabi. അടിപൊളിയാണ്. ദിസ് മസ്റ്റ് ബി ചപ്പാത്തി. സ്പ്രിംഗ് റോൾസ് ഒക്കെ ഉണ്ട് ലഞ്ചിന്. ഭിണ്ടി, വെജ് കറി, പനീർ, ദാൽ. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഓപ്ഷൻസ് ഇഷ്ടംപോലെ. ദാറ്റ് വാസ് വെജ് ബിരിയാണി. പിന്നെ പ്ലെയിൻ റൈസ് ഉണ്ട്. പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഖാന. രസം ഇന്നലെ ഞാൻ കഴിച്ചു, അടിപൊളിയായിരുന്നു. സാമ്പാർ, തോരൻ, എന്താപ്പ ഓലൻ, അടിപൊളി. അല്ല, കേർഡ് റൈസ് മൈ ഫേവറേറ്റ്. എല്ലാ. പിന്നെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആഹാ, ചോറ്, മത്തി ഫ്രൈ. ഇതെന്താണ്? ഹര ഫിഷ് ഫ്രൈ. ഓക്കെ. മലബാർ ഫിഷ് കറി, കേസർ ഗോഷ്ട്, മട്ടൺ, ബട്ടർ ചിക്കൻ. ഓ, പിന്നെ ഇത് ഒരു ഇന്റർനാഷണൽ സാധനം, ഓഫ് കോഴ്സ്, ഗ്രിൽ ചിക്കൻ വിത്ത് മയോ ഓർ സംതിങ്. പിന്നെ സാലഡ് ഉണ്ട്, പിന്നെ സൂപ്പ് ഉണ്ട്. ഡെസേർട്ട് വെറൈറ്റീസ് കുറേ ഉണ്ട്. പാൽപ്പായസം, ഐസ്ക്രീം ഉണ്ട്, കേക്ക് ഉണ്ട്, ടിറമീസു ഉണ്ട്, ഫ്രഷ് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പേസ്ട്രി ഓൾസോ.
സോ ഇത്രയും ഓപ്ഷൻസ് ഫോർ ലഞ്ച്, കുറേ സാധനങ്ങളുണ്ട് കഴിക്കാൻ. വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി ഞങ്ങൾ ഇൻഡോർ ഗെയിംസ് ഏർപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ലൂഡോ കളിക്കുന്നു, അവിടെ കുട്ടികൾ എന്താ കളിക്കുന്നു, ക്യാരംസ്, പിന്നെ ഒരു 2 കുട്ടികൾ അപ്പുറത്ത് പൂളിൽ കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രാത്രിയായി ആൻഡ് ഞങ്ങൾ ടീ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷായി. ഇവിടെ എല്ലാ ദിവസവും രാത്രി ദേ ഓർഗനൈസ് ബോൺഫയർ നൈറ്റ്സ് ഫോർ ദി ഗസ്റ്റ്. അപ്പോൾ അവിടെ ബോൺഫയർ റെഡിയാണ്, ഗസ്റ്റൊക്കെ താഴെ വന്നിട്ടുണ്ട്. ആൻഡ് അവർ ചെറിയ എൻ്റർടൈൻമെൻറ്റ് സാധനങ്ങളും പിന്നെ ഗെയിംസും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ ആൻഡ് സീ വാട്ട് ഈസ് ഹാപ്പനിങ്. പാട്ടൊക്കെ എനിക്ക് ഓൾറെഡി കേൾക്കാം. ഇവിടെ ഒരു ഇൻ ഹൗസ് പെർഫോമർ ഉണ്ട്, ആൾ പാട്ടൊക്കെ പാടും. ആൾ പാടി തുടങ്ങിയിട്ടുണ്ട്. Next material I want one gold ring from your team. Gold. അയ്യോ, ഗോൾഡ് റിംഗ്. Okay, team Satyam, please clap for them. They're going to go. Hey guys, good morning. എണീറ്റു ഇപ്പോൾ അറൗണ്ട് ടൈം ഐ തിങ്ക് ഒരു 7:45 7:45 ആയിട്ടുണ്ടാവും. ആൻഡ് ഞാൻ നേരെ എണീറ്റ് ജസ്റ്റ് ഒന്ന് വാഷ്റൂം പോയി ഫ്രഷനപ്പ് ആയിട്ട് നേരെ കെയിം ടു ദ ബാൽക്കണി ബിഹൈൻഡ് മീ. ആൻഡ് നല്ല തണുപ്പും വെയിലും രസമുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. ഇതാണ് ഇവിടുത്തെ മോർണിംഗ്സ്. ഈ പ്രോപ്പർട്ടിയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് കൂടി കാണിച്ചു തരാം. ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞു ഞങ്ങളുടെ സ്റ്റേ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ പോവാണ്. ബട്ട് ബിഫോർ ലീവിങ് ഐ വാണ്ട് യു ഗൈസ് ടു സീ ദിസ് as well. ഞങ്ങൾ ഇന്നലെ ഈവനിങ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബട്ട് യു ഷുഡ് സീ ദിസ്. നോ പ്രോപ്പർട്ടി ഇസ് കംപ്ലീറ്റ് വിത്തൗട്ട് എ പൂൾ. പൂളില്ലാതെ എന്ത് വെക്കേഷൻ വരും. ഇതാണ് ഇവിടുത്തെ പൂൾ ഏരിയ. നല്ല കിടിലം പൂളാണ്, വലിയ പൂളാണ്. ആൻഡ് ദ വ്യൂ ഫ്രം ദ പൂൾ ആസ് യു ക്യാൻ സീ. എനിക്ക് തോന്നുന്നു ഈ വ്ളോഗിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള കാര്യം പിന്നെയും പറയുന്നു, എല്ലായിടത്തുനിന്നും വ്യൂ ആണ്. ഈ പ്രോപ്പർട്ടിയുടെ എവിടെ നിന്നാലും വ്യൂ ആണ്. നല്ല കിടിലം മൗണ്ടെയിൻ വ്യൂ ആണ്. ഒരു ഇൻഫിനിറ്റി പൂൾ പോലത്തെ പരിപാടിയാണ്. ആൻഡ് ഓൾസോ കിഡ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കുട്ടി പൂളുണ്ട്. പൂൾ ബെഡ്സ് ഒക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം റിലാക്സ് ചെയ്ത് ഇവിടെ ഇരുന്ന് നന്നായിട്ട് ചില്ല് ചെയ്യാം. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഇത് ഹീറ്റഡ് പൂൾ അല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ, പൂളിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ ഇറങ്ങിയാൽ അടിപൊളിയായിരിക്കും. അതായത് ഒരു 11-12 മണിക്കൊക്കെ. വൈകുന്നേരം എങ്ങാനും ഇതിലേക്ക് വന്ന് ഇറങ്ങണം, ഫ്രീസറിനകത്ത് വന്ന് ഇറങ്ങുന്ന പോലെ ഇരിക്കും, അത്ര തണുപ്പാണ്. അപ്പം അത് മാത്രമേ ഉള്ളൂ. സോ മാക്സിമം ഈ ഒരു ഉച്ച സമയത്തൊക്കെ വരികയാണെങ്കിൽ, ഇപ്പം കണ്ടില്ലേ നല്ല വെയിലും ചൂടും ഉണ്ട്. ആ ചൂടിൽ ഈ വെള്ളത്തിനും ചെറിയ ചൂടുണ്ടാവും. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാൻ പോവാണ്. ഞങ്ങളുടെ വെക്കേഷൻ കഴിഞ്ഞു. ഒരു 1-1.5 ദിവസം, 2 days എന്ന് വേണമെങ്കിൽ പറയാം. 2 days ഞങ്ങൾ വളരെ ഒരു മച്ച് വാണ്ടഡ് ബ്രേക്ക് ആയിരുന്നു. വളരെ റിലാക്സ്ഡ് ആയിട്ട് യുനോ ഇറ്റ് വാസ് ഫൺ. ഒരു ബ്രേക്ക് എടുത്ത് വിത്ത് ദ ഫാമിലി. പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഞങ്ങൾ മെയിനായിട്ട് ഈ ഒരു സംഭവം പ്ലാൻ ചെയ്തത്, ഈ വെക്കേഷൻ. അവർ ഹാപ്പി, ഞങ്ങളും ഹാപ്പി. പിന്നെ ഇവിടുത്തെ പ്രോപ്പർട്ടിയുടെ കാര്യം പറയുമ്പോൾ 1-2 കാര്യങ്ങൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഇത്രയും ഹൈറ്റിലിരിക്കുന്ന ഒരു ഏരിയ ആയത് കൊണ്ട് മെയിനായിട്ടും കുറച്ച്
ഇന്റർനെറ്റ് ഇഷ്യൂസ് ഉണ്ട്, വൈഫൈൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്, കണക്ഷൻ ഇസ് നോട്ട് ദാറ്റ് സ്റ്റേബിൾ. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ റേഞ്ചും കുറച്ച് പ്രശ്നമാണ്. അപ്പം നിങ്ങൾ മൊത്തം ഓൾ ടുഗെദർ എല്ലാത്തിനും കട്ട് ഓഫ് ചെയ്ത് ഒരു 2 days ഒക്കെ ബ്രേക്ക് എടുക്കാൻ വരികയാണെങ്കിൽ ദിസ് പ്രോപ്പർട്ടി ഈസ് ഓസം. പിന്നെ ഇങ്ങോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു 3 kilometers കുറച്ച് കട്ട ഓഫ് റോഡ് പോലത്തെ. ഇപ്പം 900 കണ്ടിയൊക്കെ പോയിട്ട് ആ ഓഫ് റോഡിങ് പോലത്തെ ഓഫ് റോഡിങ് അല്ല, പക്ഷെ എന്നാൽ പോലും നമ്മൾ നോർമലി ഒരു റിസോർട്ടിലേക്ക് വരുന്ന പോലത്തെ വഴിയല്ല, കുറച്ച് പണിപ്പെട്ട വഴിയാണ്. കച്ച റോഡാണ് കേട്ടോ, കച്ച റോഡ്. അത് ഇവർക്കൊന്നും ചെയ്യാനും പറ്റില്ല, ബിക്കോസ് അത് നമ്മുടെ വനം വകുപ്പിൻ്റെ വഴിയാണ്, അപ്പോൾ അവർക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ കുറച്ച് നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ആയിരിക്കണം, വണ്ടി നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ആളായിരിക്കണം. റോഡൊക്കെ വളരെ നാരോ ആണ്. അതൊരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നതല്ല, ഞാനിത് മുൻകൂട്ടി പറയുകയാണ്. കാരണം പിന്നീട് ഈ വ്ളോഗ് കണ്ടിട്ട് ഇവിടെ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ പറയരുതല്ലോ ഇതൊന്നും എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറയരുതല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ദിസ് പ്രോപ്പർട്ടി ഈസ് ഓസം. പിന്നെ എടുത്തു പറയേണ്ടത് ഇവരുടെ ഹോസ്പിറ്റാലിറ്റി ആണ്. നല്ല സർവീസ് ആണ്, എക്സലൻറ്റ് സർവീസ്. ഹോസ്പിറ്റാലിറ്റിക്ക് 100 out of 100 ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു 2 days ഫുൾ പാമ്പേർഡ് വെക്കേഷൻ, ദെൻ ദിസ് പ്രോപ്പർട്ടി ഇസ് എ മസ്റ്റ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഞങ്ങളെല്ലാവരും ഒരുപോലെ അഭിപ്രായമുള്ള ഒരൊറ്റ കാര്യമുണ്ട്, ഫുഡ് ഇസ് എക്സലൻറ്റ്. അടിപൊളി ഫുഡാണ്. 3 നേരവും ബഫേ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും ഇഷ്ടം പോലെ ഐറ്റംസ് ആണ്. ഞാൻ ഓൾറെഡി അത് വ്ളോഗിൽ കവർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൻഡ് ടേസ്റ്റ് വൈസ് ആണെങ്കിലും എക്സലൻറ്റ് ഫുഡാണ്. 9 out of 10 കൊടുക്കാം സുഖമായിട്ട്. ഞാൻ ഈ പ്രോപ്പർട്ടീനെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ ഈ വ്ളോഗിൽ കൊടുത്തേക്കാം. ലെറ്റ് മീ നോ ഇഫ് അറ്റ് ഓൾ യു ഗൈസ് ആർ കമ്മിങ് ആൻഡ് എങ്ങനെയുണ്ട് എന്നുള്ള എക്സ്പീരിയൻസ് എന്നെ കൂടി അറിയിക്കണം. ആൻഡ് ഇഫ് യു ഹാവ് ഓൾറെഡി ബീൻ ഹിയർ പ്ലീസ് കമൻറ്റ് ബിലോ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇനി വേറൊരു പുതിയ വ്ളോഗിൽ വിൽ സീ യു അഗൈൻ സൂൺ. ടേക്ക് കെയർ, ബൈ ബൈ. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. മോനെടാ കാർ ഓടിക്കാൻ എന്തിനാടാ ഈ ഗ്ലൗസ് ഒക്കെ? Why he is wearing gloves is because he doesn't want his DNA in the car wheel. Oh. അയ്യോ. Oh.